ദീപാവലി അവധി കഴിഞ്ഞ് തിരിച്ചു കയറാൻ തയ്യാറെടുക്കുകയാണോ? ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ലേ? ചെന്നൈ, മംഗളൂരു, ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ ട്രെയിൻ സർവീസുകളും കോച്ചുകളും അനുവദിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്കും കൊല്ലത്ത് നിന്നും ബംഗളൂരുവിലേക്കും 2 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മംഗളൂരുവിൽ നിന്ന് ഷൊർണൂർ പാലക്കാട് വഴി ചെന്നൈയിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുന്നു. ട്രെയിൻ നമ്പർ 06567 ബംഗളൂരു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് SMVT ബംഗളൂരുവിൽ നിന്നും ഒക്ടോബർ 21 രാത്രി 11 മണിക്ക് പുറപ്പെട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:55 കൊല്ലത്ത് എത്തിച്ചേരും. ഒക്ടോബർ 22 കൊല്ലം ബംഗളൂരു കണ്ടോൺമെന്റ് സ്പെഷ്യൽ എക്സ്പ്രസ് വൈകിട്ട് 5 മണിക്ക് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 9:45 ബംഗളൂരു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചേരും. ചെന്നൈയിലേക്ക് പോകുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 06108 തിരുവനന്തപുരം നോർത്ത് ചെന്നൈ എഗ്മോർ സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 21 വൈകിട്ട് 5:10 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 11 മണിക്ക് ചെന്നൈ എഗ്മോറിലെത്തും. ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ ഒക്ടോബർ 22 ഉച്ചയ്ക്ക് 1:25 ചെന്നൈ എഗ്മോറിൽ നിന്നും പുറപ്പെടും. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും. മംഗളൂരുവിൽ നിന്നും ചെന്നൈയിലേക്ക് ഒക്ടോബർ 21 ട്രെയിൻ നമ്പർ 06002 മംഗളൂരു സെൻട്രൽ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ എക്സ്പ്രസ് വൈകിട്ട് 4:35 മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം 10:15 ചെന്നൈ സെൻട്രലിൽ എത്തിച്ചേരും. ഈ ട്രെയിനിന് കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, മാഹി, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും. ദീപാവലി അവധി കഴിഞ്ഞ് പിറ്റേന്ന് തിരിച്ചു കയറേണ്ടവർക്ക് ഉപകാരമില്ലാതെ എന്തിനാണ് സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നതെന്നാണ് യാത്രക്കാരുടെ ചോദ്യം. റെയിൽവേ യാത്രക്കാരെ പറ്റിച്ചോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ.